ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 1-ാം തീയതിയാണ്. ഇന്ന് വാവേന ആദ്യമായിട്ട് അംഗൻവാടിയിലാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലായിടത്തും മെയ് 30-ാം തീയതി ആയിരുന്നു പ്രവേശനോത്സവം. പക്ഷേ ഞങ്ങളുടെ ഇവിടുത്തെ അംഗൻവാടിയിൽ അന്നത്തെ ദിവസം പരിപാടി നടത്താൻ പറ്റിയില്ല. അപ്പോൾ അന്നത്തെ പരിപാടി ജൂൺ 1-ാം തീയതിയിലേക്കാണ് മാറ്റി. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം അവന് പനിയായിരുന്നു, തലേ ദിവസം അവന് പനിയായിരുന്നു. അപ്പോൾ കൊണ്ടുപോകണ്ടേന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയിട്ട് ആ വഴി ഹോസ്പിറ്റലിൽ പോകാമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങിയപ്പോഴാണ് ടീച്ചർ വിളിച്ചിട്ട് പറയണത് ഇന്നത്തെ പ്രവേശനോത്സവം മാറ്റി വെച്ചെന്നു. ഹലോ പറ. നമ്മുടെ ചെക്കനെ എണീറ്റ് വന്നിട്ടുണ്ട്. ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് കാണും. ഇപ്പോൾ ചെക്കൻ പല്ലേക്കാൻ പോവുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഗൈസ് പല്ലേക്കുന്നത്. ഞങ്ങൾ പോയി കുളിച്ചിട്ട് വരാം. പനിയൊക്കെ മാറിയെങ്കിലും ആ ക്ഷീണ മുഖത്തുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സാണ് അവൻ ഇടിയിക്കണത്. അപ്പം ഞങ്ങൾ റെഡിയായി, ഞങ്ങൾ പോകാൻ പോണു. അപ്പോൾ ചേട്ടൻ അമ്പലത്തിൽ നിന്ന് ജോലിയും കഴിഞ്ഞ് വന്നിട്ടുണ്ട്. സമയം ഇപ്പോൾ 10 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾ നല്ല കളിയും ചിരിയായിട്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാണാം. 10:05 ആയപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടെ എത്തിയപ്പോൾ മുഖം ഒന്ന് മാറി കേട്ടോ. ഇത്ര നേരം ചിരിക്കായിരുന്നു. മതിയാ ഞങ്ങളുടെ അംഗൻവാടി. അച്ഛൻ്റെ കൈ പിടി. വാ. ബാക്കിയുള്ള എല്ലാ കുഞ്ഞുമക്കളും തനിയെ കയറിയപ്പോൾ ഇവൻ അച്ഛൻ്റെ ഒക്കത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ടായില്ല. അത് മാത്രമല്ല ഭയങ്കര കരച്ചിൽ, നല്ല കരച്ചിലാണ്, കരച്ചിലോട് കരച്ചിൽ തന്നെയായിരുന്നു. വേറെ ആരും കരയണില്ല, ഇവൻ മാത്രം കരയണുള്ളൂ. അപ്പോൾ അവിടെ നിന്നൊരു ചേട്ടൻ പറയണ്ടായിരുന്നു പ്രവേശനോത്സവമായിട്ട് ആരെങ്കിലും ഒരാളൊക്കെ കരയണത് നല്ലതാണെന്നു. പിന്നെ പനിയായതിൻ്റെയും പിന്നെ അച്ഛൻ കൂടി ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെയും ചെറിയൊരു കരച്ചിലാണ് ഈ കാണുന്നത്. ഇനി പ്രാർത്ഥന. പ്രാർത്ഥനയോട് കൂടി പരിപാടിയൊക്കെ തുടങ്ങി. സ്വാഗതം പറച്ചിലും കുഞ്ഞി മോട്ടിവേഷൻ കഥകളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞു മക്കൾക്ക് ആശംസകളും നേർന്നു. അതിനുശേഷം സേമിയ പായസവും ലഡു വിതരണം ഉണ്ടായിരുന്നു. ഹൗസിൻ്റെ കരച്ചിലാണെന്നും അവരും പരിപാടിയൊക്കെ ഇത്തിരി സ്പീഡപ്പ് ആക്കി. അത് കഴിഞ്ഞ് കുഞ്ഞു മക്കൾക്ക് ചെറിയ സമ്മാനം ഉണ്ടായിരുന്നു. സമ്മാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പെൻസിൽ ബോക്സ്, പെൻസിൽ, ക്രയോൺസ് ഒക്കെ ഇവർക്ക് ഗിഫ്റ്റായിട്ട് പൊതിഞ്ഞു കൊടുത്ത്. വാവയ്ക്ക് വരെ ഞാനാണ് സമ്മാനം വാങ്ങിച്ചത്. വാവയുടെ കരച്ചിലാണ് ഇത്രയും വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞ് വീഡിയോസ് ഒന്നും എടുത്തില്ല. അങ്ങനെ പ്രതീക്ഷകളോടെ അറിവിൻ്റെ പുതിയ അധ്യായം തുടങ്ങുന്ന എല്ലാ കുരുന്നു മക്കൾക്കും ആശംസകൾ നേരുന്നുണ്ട്. ഈ വീഡിയോ വെച്ചിട്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.